എന്റെ അച്ഛനാണോ പുണ്ണെ കൊടുക്കുന്ന അവിടെ പാൽപ്പായസം പുണ്ടേ വിളിച്ചത് അവിടെ 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 എവിടെ എവിടെ പോയില്ലോ അവിടെ നില്ല് ഇവിടെ നില്ല് ഇവിടെ നില്ല് ആ പായസം അണ്ടിയാള് പോയി നില്ല അവിടെ ഫോർ ലൈൻ അല്ലേ ഫോർ ലൈൻ നില്ലേ ഫോർ ലൈൻ നില്ലേ ബ്ലേക്ക് ഇവിടെ നിൽക്കും ഞാൻ നിൽക്കുന്നില്ല ഒരാൾ ഇവിടെ നല്ല രസായിരിക്കും നിക്കോ കുർപ്പണ ഇവാരെ ഫ്രണ്ട് കയറിയില്ലേ ഇതാരാണത് ഇവിടെ ഒരാൾ ഇവന്മാർക്ക് വേണ്ടിട്ട് 4 വാര എന്റെ നേരെ ഫ്രണ്ടിലൊന്നുമില്ല കോട്ടെ ഇതെന്താണ് ഈ മുന്നിലുള്ളവർ മാത്രമേ നിക്കുള്ളൂ മര്യാദക്ക് മാസം ഉണ്ടോ മോനെ മാസം വാ 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 സോറി ഇത് എന്തെങ്കിലും പറയണ്ടേ എന്ത് പറയാനാ ഇൻസൈഡ് വേണ്ട ഇൻസൈഡ് വേണ്ട എന്താ വെച്ചാ ഞാനല്ലടാ പറയണ ഇല്ലടാ രാജുഭായി നിൽക്കില്ല വാ 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 ബിലാല് വന്നോ 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 ബിലാലെ എന്തൊരു ലാഗാണടാ കുണ്ട നിന്നെ ഞാൻ എപ്പ ഏൽപ്പിച്ചതാടാ പുണ്ടായത് കളി വിടട്ടോ തമാശ അല്ല കാര്യത്തിലാ പറയുന്നത് സീരിയസ് ആരെ കാര്യത്തെ വെച്ചാ വിളിച്ചിട്ട് വരാൻ പറ എന്തത്ര ഡിലേ വരുന്നതിന് മുന്നേ എല്ലാം പഠിക്കും എടാ ചരന്റെ അടുത്ത് ഫ്രീ ലൈനിൽ കയറിക്കാൻ പറഞ്ഞേ നീ എന്താ ഇവിടെ സോറി ചാറ്റ് ചില്ലാവോ ഇത് വെയിറ്റ് അല്ല നിനക്കെന്താ നിനക്ക് ലൈനില്ലേ ഫുള്ളായിണെങ്കിൽ ഇതിന്റെ ബാക്കിൽ നില്ല ഇത് അവിടെ എടാ നിങ്ങൾ കറക്റ്റായിട്ടല്ല നിക്കുന്നത് നിനക്ക് തോന്നുന്നില്ല വിവരം കെട്ടാൻ ടക്കായി ഹലോ ലീഡർ വാണി പേർ എടുത്തിങ്ങനെ ഗ്യാങ് ഫണ്ട് ആ റാംബോ നമ്മളെ ഗ്യാങ് ഫണ്ട് കളക്ട് ചെയ്തിട്ട് കൊറേ കാലം യോമാർക്ക് ഒരു ടാർഗറ്റ് കൊടുത്താണ് അല്ല ഇപ്പൊ കൊടുത്തോ എന്തായാലും ടൈം ഉണ്ട് വരാന് മറ്റേത് എന്ത് മറ്റേത് അത് വേറെ കൊടുക്കാറുണ്ടായിരുന്നു നമ്മള് ആദ്യം തന്നെ ഓൾറെഡി നമ്മൾ എത്ര പറഞ്ഞ 15 CR കൊടുത്ത് വൈറ്റ് മണി 15 CR വൈറ്റ് മണി 5 ബ്ലാക്കും അല്ലേ അത് വേണ്ട വൈറ്റ് മണി കിട്ടിയാൽ മതി നമുക്ക് വൈറ്റ് മണി നല്ല ഷോർട്ടാ ഗ്യാങ് ഫണ്ട് ഒന്നും കൊടുത്തിട്ടില്ല കുറച്ചാൾക്കാര് കൊറേ പേരൊന്നും കഴിഞ്ഞ ഗ്യാങ് ഫണ്ട് കൊടുത്തിട്ടില്ല അതൊക്കെ എന്താണെന്ന് എന്തായാലും പോട്ടെ ഹലോ ഇനി ഇന്നോട്ട് 1-ാം തീയതി 1-ാം തീയതി എത്രാം തീയതി പറയണ്ട 10-ാം തീയതി 1-ാം തീയതി തുറക്കൂലെന്നുണ്ടെങ്കിൽ ഈ സ്പൈഡർമാന്റെ ഇമോട്ട് ഇട്ട് ഗ്യാറ്റിലൊക്കെ വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ബാക്കി പറഞ്ഞുതരാം ഗ്യാങ് ഫണ്ട് കേട്ടാ 10-ാം തീയതി 15 CR ഗ്യാങ് ഫണ്ട് വൈറ്റ് കേട്ടോ ഷിബു അപ്പാ ഒന്നും മിണ്ടാന്നാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ലേ 15 CR വൈറ്റ് 10-ാം തീയതി കേട്ടല്ല അതില് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പറഞ്ഞേട്ടാ
എല്ലാവരുടെ കൂടെയാണ് ഇനി പൈസ ഇല്ല എന്നുള്ള അമ്പാൻ കളിയാക്കുന്നതാണ് രാംബാനെ. ഇതെങ്കിലും ചെയ്യും. അമ്പാന്റെ അടുത്ത് പറ. അമ്പാന്റെ കുറി അടിച്ച് ഞാൻ പൊട്ടിക്കും. ഗ്യാങ് ഫണ്ട് തന്നില്ലെന്നു കേട്ടോ അമ്പാനെ. എന്റെ ഇങ്ങോട്ട് ഫോൺ വിളിക്കായിരുന്നാ മതി, ഞാൻ ഗ്രൈൻഡ് ചെയ്യാം. ഒന്നുമില്ല ഫോൺ വിളിക്കായിരുന്നു അത് ഗ്രൈൻഡ് ചെയ്യാനൊക്കെ. ഒന്നുമില്ലെന്ന്. ഫോൺ വിളിക്കട്ടെ. നീ അവനെ ഫോൺ വിളിക്കാതിരുന്നാ മതി, അവൻ ഗ്രൈൻഡ് ചെയ്തോളാം. ഇരിക്കുന്ന വേണ്ട സേവ് ചെയ്യണം. ഞാൻ വിളിക്കാം. I will call. ആ ഇപ്പോഴാണ് ചരന് സ്ലോട്ട് ഫില്ല് ആയത്. മാരി ആര് ഊരിയിലടിച്ചേ? സുനില് ഉണ്ണ അവിടെ ബാക്കില് മിണ്ടാതെ വായി പൊത്തിയിരി ലൈനിന്റെ ബാക്കില്. ഹലോ സാർ, എക്സലന്റ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എക്സാം പോയി. എടാ ബിലാലെ ഒന്ന് വരുവാടാ ഇന്ന്. ഒരാളും കൂടി ഒറ്റൊരുത്തൻ. സിറ്റി സേഫ് സോണാ? സേഫ് സോൺ മാറിയ സേഫ് സോൺ അല്ല. വേസ്റ്റ് ചത്ത് കിടപ്പുണ്ട്. സേഫ് സോൺ മാറി. സേഫ് സോൺ മാറി, വാറൊക്കെ നടക്കുന്നില്ലേ? പിന്നെ ശരിക്കല്ലേ പറഞ്ഞ സേഫ് സോൺ ആണെന്ന്. ഇവൻ മണ്ടനാണോ? ഇവിടെ ഇത്ര വാർച്ചാറ്റില് മറ്റേ ലൊക്കേഷൻ ചോദിക്കുന്ന സേഫ് സോൺ. അലക്സ് സോങ് ഇതൊന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യണം. എത്ര സമയമായി ഇത്? എടാ ഇത് കഴിഞ്ഞ അടുത്ത അറിയില്ല. ഞാൻ അടിക്കാനുള്ളതാ. ബിലാലെ പുറത്തൊന്ന് മെസ്സേജ് അയച്ചാ. ലോഡിംഗ് ഇഷ്യൂ ആണ്. കൊണ്ട് തട്ടാ വെഗിള് വിളിക്കല്ലേ കാര്യം സമയം എത്രയായി? മനസ്സിലായോ? വന്നാലും ലേറ്റസ്റ്റ് വരുമോ? ആയിക്കോട്ടെ. എന്നാ പിന്നെ ലേറ്റ് ആയിട്ട് നാളെ ഉച്ചയ്ക്ക് ഉണ്ടത്. ലോയാലിറ്റി പോയിന്റ്സ് എത്ര? ഏതെങ്കിലും ഇറങ്ങിയോണ്ടല്ലോ ചേച്ചി നിന്റെ ഭാര്യ 639. അതാരാ? ജയജന്റെ ഗൾഫ്. ഇത് ഞാൻ ഒരു 10 മിനിറ്റ് നിന്ന് അമ്പാന്റെ കോണ കാണും കേട്ടാ. അവനെനിക്ക് വിളിച്ചാണ് അപ്പൊ തന്നെ ആരായിട്ടാ വാറുന്നാ? വാറല്ല ഗൈസ്, നമ്മള് റിക്രൂട്ട്മെന്റ് എടുക്കാൻ പോവാന്ന്. നിങ്ങളെ എന്താ പറയാ, റിക്രൂട്ട്മെന്റ് എടുക്കുമ്പോ പറയാം. വെറുതെ ഒരു ഞാൻ കൈപൊക്കി കാണിക്കുന്ന നീലമുടി മാരി ദാമു PP ടു MRC സരക്ക് കൺഫേം. പോണോ? ഞാൻ പറയുമ്പോ നിങ്ങളാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാ നമ്മളിവിടെ ഇതെല്ലാം വെറുതെ ചുമ്മാ. ഒരു റിക്രൂട്ട്മെന്റ് ആരാ അറിയോ? ഞാൻ സർപ്രൈസ് പറഞ്ഞുതരാം. അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ? ഇത് അവന്റെ ആക്ടിങ് ആണ്, മനസ്സിലായ? ഇതിന് നിങ്ങൾ അവനൊരു ഓസ്കാർ കൊടുക്കണം. അവനെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ. അലക്സിനെ വിളിക്കടാ, ഒരു പാട്ട് പഠിപ്പിക്കാം. അലക്സിനെ കൊണ്ട് വരാൻ പറ. പരിപാടി ഇടാൻ പോ. മറ്റേതാ എന്ത് മറ്റത്? അതിപ്പോഴല്ല ഡബിൾ റിക്രൂട്ട്മെന്റ് എന്നാ. അപ്പൊ നിങ്ങള് ഡാനിനെ MRC എടുക്കണം എന്നാ പറയുന്നത്. ചാറ്റ് ഡാമു PP ഇപ്പൊ വരും. നമുക്ക് നമ്മുടെ അതൊരു നല്ല കലാവാസനയുള്ള ആൾക്കാരെ ഫ്രണ്ടിൽ നിർത്തി പാട്ട് പാടിക്കായിരുന്നു. കൂട്ടുകാരെ ഒന്നും പാടും. ചിരിക്കരുത്, എനിക്കതേ പറയാനുള്ളൂ. ജോഷ ചിരി തുടങ്ങിയിട്ട് മോനെ ജോഷ നിർത്തുന്നില്ല. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ചിരി ചിരിക്കൊടുക്ക ജോഷുവ. അതിന്റെ മോനുണ്ട് പറയൂ. ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. അല്ലല്ല, ഞാൻ ഒന്നും പറയല്ല. അലക്സേ നീ ഇങ്ങ് വന്നാണടാ, ഫ്രണ്ടിൽ വാ, ഇങ്ങോട്ട് വാ അലക്സേ.
അലക്സ് അവിടെ വന്ന് അഫ്ക എങ്ങോട്ട് വാ. ഇവിടെ വല്ല ഇവിടെ വല്ല ഇവിടെ വല്ല കേറ്. എനിക്ക് കത്തിടുന്നുണ്ടായി എനിക്ക് കത്തിടുന്നുണ്ടായി എന്ത് സാറിലടാ നീ ഒരു ചെറിയൊരു ഫോൺ ബിസിയാ. നീ ഒരു പാട്ട് പാടിയണടാ. അതുകൊണ്ടാ ഗോഡ് 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 അയ്യേ ഇങ്ങനെ പറയാൻ പാടില്ല. എടാ, എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് പാടിയാലോ. എന്നാ പിന്നെ ഇറങ്ങട്ടെ. പാടണ്ണ അണ്ണ ഇക്ക ആ മ്യൂട്ട് ചെയ്യാം. ഡെഫിനറ്റ് ഓപ്ഷൻ ഒന്നുമില്ല. എടി ഇത് ആരുടെ ഏതടെ കൂട്ടത്തിൽ ഒരു ഫുഡായി. ഗൈസ് വെയിറ്റ് നീയൊക്കെ ആക്ക്. പണ്ട് പാവയെ പണിയപ്പോഴേ ഞാൻ ഒന്നും പറയാത്തോണ്ടാണ് ഇത് നീ ഇത് പറയുന്നത്. ബിലാലെ എന്തായി? നീ ഇടുന്നത് ഓളി ആയിരിക്കത്തില്ല ബിലാലെ. മറ്റേ സാധനം ഒന്ന് മൂടാക്കി എന്നാ പിന്നെ ശേഖ മൂടാക്കാന്ന്. ഒരു മിനിറ്റ് ഒരു അല്ല മിനിറ്റ്. മൂടക്കാനല്ല മറ്റേ രണ്ടുപേരും അങ്ങ് പാടാം. ആ പാട് പാട് പാട്. ആയി രാജുഭായ്. നമ്മൾ നല്ലൊരു പരിപാടിക്ക് വന്നിട്ട് നിങ്ങൾ ഈ വലക്കമല പാട്ടല്ല പാടണ്ടേ. സാധനമുണ്ട് ആ ആടി പിടിക്കാം. ആ ഏതിലേലും പിടിച്ചൊന്ന് പാട് പെട്ടെന്ന്. ഞാൻ മൂന്നി പിടിക്കാം. നീ എവിടെങ്കിലും ഒന്ന് പിടി ഒന്ന് പാട്. ഞാൻ പിടിക്കട്ടെ. അല്ല നീ പിടിക്കണ്ട. ഞാൻ അതപ്പൊ തുടക്കം ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തി കുറവാണ്, എന്നാലും അവൾ ഇന്നെന്റെ സുന്ദരിയാണ്. 14 രാവുദിക്കും പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണ്. ഗോഡ് ദിഗോഡ് ഡാൻസ് കളിക്കുന്നത്. ഉദിക്ക് പോലൊരു ചിരിയാണേ, പടിവാതിൽ ചാരി എന്നെ നോക്കും പെണ്ണാണേ. വിഴപ്പൂ മിഴിയുള്ള പെണ്ണാണേ. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളത്തൊരു മണിമുത്തോ നൽകിക്കൊണ്ടവള്. എടാ എന്തിനാടാ നിങ്ങൾ എല്ലാം എടുത്തേ? അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാ അമ്പാ വരുന്നുണ്ട് കേട്ടോ. കവിളത്തൊരു മണിമുത്തോ നൽകിക്കൊണ്ടവളതോ, ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ്, കുന്നോളം സ്നേഹമൊരുക്കി ൊരു മോളാണ്. ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ്, സീരിയസ് ആക്കി എടുത്തു വന്നിട്ടുണ്ടോ? തമാശക്ക് പറഞ്ഞതായിരുന്നു. കഴിയുന്നൊരു മോളാണ്. പിരിയുമ്പോഴും എന്റെ മനസ്സിൽ സങ്കടമായി മാത്രം ജീവൻ തന്നൊരു സുന്ദരിയാ. കൂട്ടരായിരുന്നു. ഇനിയിപ്പോ കഴിവുള്ളത് ഞാൻ മാത്രമേ ഉണ്ടാവും. ഡബ്ല്യൂ 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 ഡബ്ല്യൂ. ആ ആദ്യത്തെ ചന്തി ഒഴിച്ച് ബാക്കി എല്ലാം. എടാ ബിലാലെ ബിലാൽ ബിലാലെ ഹലോ ഹലോ ഹലോ. എടാ ബിലാല് പൗതി ഉറങ്ങാണോ? എന്താന്ന് വന്നാ അന്നൊരു ഷെയ്ക്ക് ഒരു പാട്ട് ചോദിച്ചിക്കോ. ഇക്ക് വരുന്നല്ലോ. 2 മിനിറ്റ് കൊണ്ട് എത്തുവേ ഗൈസ്. കഴിവുള്ളവരൊക്കെ പുറത്തെടുക്കേണ്ടത് വേറൊരു സാധനം. ജാനം കഴിവിലോ ഇട്ട് കഹി ജോഷന് മിമിക്രി പ്ലീസ്. मैं यहाँ हूँ यहाँ यहाँ. അതിനുള്ള ഞാൻ തെറ്റാക്കി അയ്യോ bro. എനിക്കറിയില്ലല്ലേ ഇങ്ങനത്തെ റിക്രൂട്ട്മെന്റ് ഞാനും നടത്തിയിട്ടില്ല. ഭയങ്കര ഡിലേ ആവുന്നു ഗൈസ്.
ഇപ്പൊ ഞാൻ തന്നെ അല്ലേ ഇപ്പൊ വരും കാത്തില്ലേ അല്ല കാത്തില്ലേ ഇല്ല ഇല്ല ഓക്കെ 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 ശരി നോക്കാം കൂട്ടുകാരന്റെ പാട്ടില് ഹാർട്ട് ബീറ്റ് ഒരു സാധനം ഉണ്ട് അത് മാക്സിന്റെ ഹാർട്ട് ഈ ബീറ്റ് പാട്ട് നീ ആർക്കോ വേണ്ടി എഴുതിയല്ലോ കൂട്ടുകാരൻ ഗൾഫിൽ പോയപ്പോ ഇത്രയും കൊല്ലോട്ട് അവൻ തിരിച്ചു വന്നില്ലല്ലോ വരൂല കാരണം സ്വന്തം ഹാർട്ട് ബീറ്റ് ഒക്കെ പാട്ടിൽ കേട്ടിട്ടാന്ന് പപ്പു പ്രണവ് ചെയ്യാനൊന്നും ഇല്ല തോന്നുന്നു അവർ ഓൾറെഡി പറഞ്ഞിരുന്നു ഇവിടെ പിടിയില് കത്തിപ്പോയി. ബിലാലെ എന്തിന് ടി കെമാര് എന്തിനാ എക്സിറ്റ് ആവണം ചുമ്മാ ചുമ്മാ ഇടുക്കിന്റെ ഇക്രു വരുന്നുള്ള ഞാൻ വരുന്നത് ഭാഷേ ഒരു മിനിറ്റ് പപ്പു വരാൻ പറ ബിലാലെ നീ ജീവിതത്തിന് സ്ലോ ഗെയിമില് സ്ലോ ഫുഡ് മേടിക്കാൻ പോയാലും ഇത് ലാഗ് ആകുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും അലന് സ്പീഡോ ഇനി കേറാത്തൊരൊന്നും കേറണ്ട അടന്നില്ല സത്യം സത്യം പറയണ ബിലാലെ നീ 5 ദോശയും 50 പേരും തിന്നോണ്ടിരിക്കുകയല്ലേ? എന്ത് 5 ദോശയും 60 പേരും ആ തിന്നോണ്ടിരിക്കുകയല്ലേ? അതും ബിലാൽ തട്ടിട്ട് അത് MG റോഡിൽ പുതിയതായിട്ട് തുടങ്ങി. പുതിയൊരു കന്നഡ സ്റ്റാർട്ട് ചെയ്ത പുതിയതായിട്ട് ഒരെണ്ണം തുടങ്ങാൻ പോകുന്നു. ശരിയായ ലുക്ക് അല്ലേ ചാറ്റ് സണ്ണി ലിയോൺ എങ്ങണ്ട് ഗൈസ് തന്തേ നോക്കടാ ഷേക്കേ ആ ബാനെ അപ്പൊ അവിടെ എന്തോ ഒരു ഇമോട്ട് 5 മിനിറ്റ് കൂടി കാണാം അന്ന് നീ എടാ ബിലാലെ നോളാവില്ല ഉള്ള ആൾക്കാരെ വിളിച്ചു വന്നാണ് വരാത്ത ആള് വേണ്ട ലാസ്റ്റ് വേറെ പോയിട്ട് വിളിക്കാം ടൈമൊന്നും തരാൻ പറ്റൂല ബിലാലെ എത്ര നേരം അരമണിക്കൂറായില്ല ഇത്ര ആൾക്കാരോട് പോസ്റ്റ് ആയി നിക്കല്ലേ ലാസ്റ്റ് ആളെ വിളിക്കണ്ട ബാക്കി എല്ലാരും വിളിച്ചോ ആ എന്നാ ലാസ്റ്റ് ആളെ വിളിക്കണ്ട ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുപോകാം ബിലാലെ 5 മിനിറ്റിൽ ലാസ്റ്റ് ആളും കൂടെ വരുമോ? ചെറിയ ബഗ്ഗ വെള്ളത്തിൽ ഉണ്ടായ എടാ അഡ്മിനെ വിളിച്ച് വലിക്കാൻ പറ ഇത് കേറാനാണ് 5 മിനിറ്റ്. എന്തൊരു കഷ്ടാണ് അപ്പാപ്പം പാടുമല്ലോ അപ്പാപ്പ പാടും മേക്ക നീ ഒരു പാട്ട് പാടിക്കടാ മേക്ക യുവന്മാർക്കൊന്നും കഴിവില്ല മേക്ക നീ പാടിക്കോ പാട് 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 ഞാൻ കാര്യം വേണ്ട എല്ലാ പരിപാടിക്കും നമ്മളെ വളരെ ഈ പാട്ടത്തെ വലിയ കിറ്റിലായിട്ട് ലൈൻ തിരിച്ച് ഇവിടെ വരാം നിന് പാടിയിട്ട് പോയാൽ മതി അല്ല ഞാൻ കൂട്ടരെ എന്റെ കൂട്ടരെ കൂട്ടരെ അത്ര എനിക്കറിയാം വേറെ ചാനുണ്ട് വലുതായി ചെറുതായി അലക്സേ വിളിക്കുന്നുണ്ടോ ഫ്രണ്ടിൽ ഇങ്ങോട്ട് വന്നേ എടാ ഞാൻ പാടാം ഞാൻ പാടാം ബഹളം വെക്കല്ലേ ബാക്കി മതിയാ ഉറപ്പല്ലേ? ആ ഞാൻ പാടാൻ ആ പോകാം. പാട് 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 കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന് പിന്നെയും വസീമൊന്നുമല്ല ഗൈസ് പുഞ്ചിരി പൂത്തുലഞ്ഞു വസീമൊന്നുമില്ല കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ അണ്ണാവിന്റെ നിറഞ്ഞു പൂ പോലെ നീ വിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമല്ല എന്നെ ഊക്കാൻ ഞാൻ തന്നെ മതി മനസ്സിലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ എത്തുകില്ല മരിവില്ലാണു നീ കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മരിവില്ലാണു നീ കവിത എടാ ഇവരെന്തോ ശരിയാ ബാക്കിൽ എന്താ പാട്ടുള്ളായിരുന്നു നീ എന്ത് ചൂസിട്ട് പാടിയേ ഓ പറ ചൂസിട്ട് പാടി എന്തല്ലേ പാട്ട് അടിപൊളി അയ്യോ പാടി 2x അതെ 2x പാടി നീ എവിടെ പോകുന്നു ധൃതി പിടിച്ചെന്തിനാ പാടിയത് പയ്യെ പാടിയ മതി സ്പീഡ് കൂട്ടിയാണ് പാടിയത് പയ്യെ പാടിയ കിടില ബിലാലെ കിട്ടിയാ ഇല്ലല്ല വന്നു ഒറ്റ
വേലക്കാരിക്ക് എന്താ ഇവിടെ പരിപാടി? ഇനി നാളെ എല്ലാരും കൊണ്ട് സംസാരിക്കുമ്പോ വരുമ്പോ ചോദിക്കാം. ഇതാരാ ചോദിച്ചിട്ടുണ്ട്. എല്ലാരും കൊണ്ട് സംസാരിപ്പിച്ച അലമ്പാവൂടാ, അലപ്പേക്കരം, ഭയങ്കര അലപ്പേക്കരം. നിന്നെ കണ്ടിട്ട് എല്ലാവരിലും ഉണ്ടാക്കാൻ പറയുന്നു. നിനക്ക് എന്താ നീ അതന്നെ പരിപാടി ഇല്ല ഇനി സമയല്ലേ, ഇനി സമയല്ലേ വിളിക്ക്. തുടങ്ങിക്കോ. പോയിട്ട് ബിലാൽ എവിടെ എത്തി? വിളിച്ചോ വിളിക്കാന്നിട്ട് വിളിച്ചിട്ട് വെയിറ്റ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. നീ ഇവിടെ അതാ വരുന്നു. ഇനി മറ്റേ അര അൽഫാം വാങ്ങിച്ചോണ്ട് പോലെ രണ്ടുപേരും അവിടെ നിർത്തിയിട്ട് വരുമോ ഇവൻ? ലിയോ വരുന്നുണ്ട് കേട്ടോ. റെഡിയല്ലേ? ബിലാലാണ് അതിൽ വന്നത് ഇപ്പോ. അവിടെ ഏതോ പെണ്ണെല്ലാം പിന്നെ ലാസ്റ്റത്തെ നമ്പർ വരുമ്പോ വിളിക്കുമ്പോ ടൈം വരണേ. ഇറങ്ങിയൊന്ന് മണ്ടനെ പിന്നെ പോയി കാണാട്ടോ നമുക്ക്. വെയിറ്റ് ആക്കാം. തുടങ്ങാം. അപ്പൊ എല്ലാരും ഒന്ന് സൈലന്റ് ആവുക. അങ്ങനെ നമ്മളെ കുടുംബത്തിലേക്ക് 3 പുതിയ അതിഥികളും കൂടെ വരെയാണ്. ഓക്കെ, 4. അപ്പം നമ്മളെ കുറച്ച് കാലത്തിന് ശേഷം ഇപ്പൊ നമ്മള് പുതിയ മെമ്പേഴ്സ് നമ്മളെ ഫാമിലിക്ക് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാൾ തന്നെ ആയിരിക്കും. നമ്മളെ മാസിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്ന പ്ലെയർ കുറുപ്പേ. വേറെ ഏത് ഗാങ്ങിലാ കളിച്ചിട്ടുണ്ടായിരുന്നേ? അയ്യോ, കുറുപ്പ് ചത്തു. കുറുപ്പ് ഡെഡായി. എനിവേ, VMRG recruiting X Mass Rex 2 MRG Rex. റെക്സ് ആണ് guys. മാസിലായിരുന്നു റെക്സ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് സിഎമ്മിലായിരുന്നു കേട്ടോ. റീസെന്റ് ആയിട്ട് ഇനി ഞാൻ ലീഡർ. പ്രഡിക്റ്റഡ് എന്നാ. ചെറിയ ലോഡിങ് ഇഷ്യൂ ഉണ്ട്. അല്ല, നിങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാത്ത എല്ലാരും പരിചയപ്പെടുത്തിക്കണം. റേഡിയോ 71 കേറാൻ പെട്ടെന്ന് പറ്റുമെന്ന് അറിയില്ല. പറ്റും കൊടുത്തില്ലേ കേറാൻ പറ്റത്തുള്ളൂ. അല്ല റെക്സേ, എന്ത് സമയത്ത് എനിക്ക് പറയാനുള്ളത്? സന്തോഷമുണ്ട്, ഭയങ്കര ഹാപ്പി അല്ലേ? ചവിട്ടിട്ട് പറയടാ. ഷൗട്ടിട്ട് പറ. ഞാൻ അടുത്ത് ബിലാലിനെ ചീത്ത പറയാൻ പോയത് വണ്ടി ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഷെയ്ക്കിനും എല്ലാവർക്കും റാംബോയ്ക്കും എല്ലാവർക്കും താങ്ക്സ്. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ മാസ് സിഎം. എനിവേ, വെൽക്കം ടു MRG. വെൽക്കം ടു MRG. ബെസ്റ്റ് ഓഫ് ലക്ക്. വാർസാറ്റ് റാംബോ നീ ഒന്ന് ഇട്ടാണ് T/war. അപ്പൊ റെക്സ് അവിടെ നിന്നോടാ, പുള്ളിന്റെ അടുത്ത് നിന്നോ. ഫുള്ളായടാ ബിലാലെ? ഇല്ല, രാസത്താള് സെറ്റാക്കാം. ആ വണ്ടി വരുന്നതാണ് രാസത്താള്. ഗൈസ്, ഒരു കാര്യം കൂടി പറയാണ്ട്. നിങ്ങൾക്ക് വെയിറ്റ് ആക്കാം. നമുക്ക് പുറത്ത് ചെറിയൊരു കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ടായിരുന്നു ഇതിനെ പറ്റി. ഒറ്റ മിനിറ്റ് ഒന്ന് കൊള്ളിയാണ് ഗൈസ്. ഇത് T47 വിളിച്ചൊരു പ്ലെയർ ആയിരുന്നു റെക്സ്. നിങ്ങൾക്ക് അറിയില്ല. റെക്സ് T47 വിളിച്ചിട്ട് അവിടെ ഇതേപോലെ MRG കോള് വന്നു കഴിഞ്ഞാല് തിരിച്ച്
MRC തന്നെ പോകുന്ന പറഞ്ഞ ഒരു പ്ലെയറും കൂടി ആയതുകൊണ്ടാണ് അത്രയും ഇവിടെ കേറിയിട്ടില്ലെങ്കിൽ പോലും ഗ്യാങ്ങിനോട് കമ്മിറ്റ്മെന്റ് കാണിച്ച ഒരു പ്ലെയർ ആയിരുന്നു. നമ്മളെ MRC കയറുന്ന അത്രയും ആഗ്രഹിച്ച ഒരു പ്ലെയറും കൂടി ആയിരുന്നു റെക്സ്. അത് എടുത്ത് പറയണമെന്ന് കരുതിയൊരു സംഭവമാണ്, അതുകൊണ്ട് പറഞ്ഞുള്ളൂ. എനിവേ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്ത ആള് വിളിക്കാം. അടുത്തത് നമ്മളെ എക്സ് ഡയോസ് മെമ്പർ ആയിരുന്നു. വി ആർ വെൽക്കമിങ് എക്സ് ഡയോസ് വിംബി ആസ് MRC വിംബി. വിപ്സി സോറി ഗൈസ്, ഇവനെ ഞാൻ എപ്പോഴും വിംബി ഈ രാജുഭായ് എത്ര പ്രാവശ്യം പറഞ്ഞതെന്ന് അറിയോ, ഇന്നാലും ഞാൻ വിംബി. സോറി എനിവേ വിപ്സി സോറി ഗൈസ്. ഞാനല്ല, ഇത് ഇവിടുന്ന് മാത്രമൊന്നല്ല, വിപ്സി അല്ല. സംസാരിച്ചോ, എന്താണ് നിനക്ക് പറയാനുള്ളത്? ഹാപ്പി MRC ഫാമിലിയിലേക്ക് ഗൈസ് ഭയങ്കര ഹാപ്പി. പിന്നെ കൊറേ പേരുണ്ട്. ഇത് എല്ലാരും ഫ്രണ്ട്സ് ആണ് നിന്റെ, മനസ്സിലായോ? കിട്ടി എന്റെ പഴയ ഫ്രണ്ട്സ്. പിന്നെ വിപ്സി എക്സ്പെക്റ്റഡോ? നിങ്ങൾ കൊറേ പേര് വേറെ കൊറേ പേരായിരുന്നല്ലോ പല ചാറ്റിലും പല പോലെ കണ്ടിരുന്നത്. ഇവനെ വിംബിന്നേ ഞാൻ വിളിക്കോളൂ, വിംബിന്നേ വിളിക്കോളൂ. ഹലോ, so happy to be part of MRC. അത്രേ ഉള്ളൂ. ഓക്കേടാ, വെൽക്കം ടു MRC. എനിവേ വെൽക്കം ടു MRC ഫാമിലി. നമുക്ക് താങ്ക് യു സോ മച്ച്. ആരോടാ ഇതെല്ലാം? ഓക്കെ, അവിടെ നിന്നോ. ഇവിടെ ഫ്ലീറ്റല്ലോ. അയ്യോ, ഞാൻ ഇത് മാറിയിട്ടതാണല്ലോടാ. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഇല്ല, ഞാൻ ഇടുന്നില്ല. ഞാൻ ഇന്ന് ഇട്ടാ പോളോ. മെയിൻ തിങ് എന്താ വെച്ചാല്, നമ്മളെ ഫാമിലി വെറും ഒരു OC ആയിട്ട് പറയാണ്, ഈ ഒരു 5M-ന്റെ അകത്ത് മാത്രം ഒതുങ്ങി കൂടേണ്ട ആൾക്കാരല്ല നമ്മള്. അപ്പം അതർ ദാൻ 5M ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ഓവർ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കഴിവേറി തന്നെയാണ് വിപ്സി. അഥവാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ലാസ്റ്റ് ഇപ്പം നടത്തിയ TV ഹോസ്റ്റ് ചെയ്ത അതില് ടോപ്പ് കില്ലെടുത്തത് വിപ്സി ആയിരുന്നു. അപ്പം എനിവേ വെൽക്കം ടു MRC. ഇനിയും മുന്നോട്ട് ഇങ്ങനെ തന്നെ വേണം. അതൊരു കാര്യമുണ്ട് ശരിക്കും, അവനെ കേൾക്കുന്നത്. കേക്കാം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ലാസ്റ്റത്തെ ആള് വന്നോ? ബിലാലെ ആള് വന്നു, ഞാനൊന്ന് എടുക്കാൻ പോണം, അത്രേ ഉള്ളൂ. എന്നാ ഇത് ഞാന് ഒരു കാര്യം ചെയ്യാം, ഇവനെ വെൽക്കം ചെയ്യുമ്പോഴത്തേക്ക് നീ എടുത്തിട്ടോ. ഇല്ല, വെയിറ്റ് കഴിഞ്ഞിട്ട് പോവാം. വെൽക്കം ചെയ്തിട്ട് ഇതാക്കാം. കേൾക്കില്ല പയ്യന്. മതി ഒതുങ്ങിയാണ് എല്ലാരും. നിക്കാൻ സ്ഥലമില്ല. എനിവേ നമ്മളെ തേർഡ് റിക്രൂട്ട്മെന്റ് വിളിക്കാം. അത് എല്ലാരും വെയിറ്റ് ചെയ്ത് നിൽക്കാന്ന്. ഇതാണ് വെയിറ്റിംഗ്. എന്താ ആക്രാന്ത്? വിളിക്കേ. MRC റിക്രൂട്ടിംഗ് T47 ടർബോ ആസ് MRC ടർബോ. അതെ, അവന് ഇങ്ങനെ വിളിച്ചാ മതി എന്നാ പറഞ്ഞത്. അവനെ ഇങ്ങനെ അറിയപ്പെടാനാണ് എല്ലാവർക്കും. ടർബോ പിന്നെ എങ്ങനെ വിളിക്കണം പറ. ഓക്കെ, ഹാപ്പി അല്ലേ? എന്താ ടർബോ നിനക്ക് പറയാനുള്ളത്?
എന്താ വെച്ച് കഴിഞ്ഞാ എന്ന് വെച്ചാ ഇപ്പൊ എന്ത് പറയാനാണ് ഏ പെട്ടെന്ന് വെച്ചിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. ഇതങ്ങോട്ട് കാണിക്കാന്നല്ലേ? എടാ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോടാ ടർബോ വിസിയിലൊക്കെ നീ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആവല്ലേ? നീ കാര്യം പറ. നീ എന്താ പറയാനുള്ളത്? അവൻ പാനിക്കിലാന്നുള്ളത് കണ്ടില്ലേ? ഇതാ എടാ നീ ഇതുണ്ടല്ലോ, കറങ്ങണ നോക്ക്. കേക്കാവോ കേക്കാവോ? കേക്കാം. ടർബോ പാനിക്കൊന്നും ആവണ്ട, പാനിക്കൊന്നും ആവണ്ട. എനിവേസ് വെൽക്കം ബ്രോ, വെൽക്കം ടു എം. താങ്ക് യു. നീ എക്സ് ഗാങ്സ് ഏതൊക്കെയായിരുന്നടാ? ഞാൻ T47 KTM നേരെ T47 പിന്നെ നേരെ ഇവിടെ. KTM. എനിവേ വെൽക്കം ടു MRC. താങ്ക് യു. നീ അവിടെ പോയി നില്ല്, നിന്നത് കഴിഞ്ഞിട്ട് കാണാം. വീട്ടിലെ കാണാം. എടാ എല്ലാരും വാർച്ചാറ്റ് ഇട്ടോ, വാർച്ചാറ്റ് ഇട്ടോ. വിസ്ഡാണ്, നീയാണ് മാറിയിട്ടത്. നീ ഒരു പൊട്ടനാണെന്ന് എനിക്കറിയാം. നീ അത് തെളിയിക്കല്ലേ? ബ്ലേക്ക് 60%-ന്റെ ആളാ. 60%-ന്റെ ആളാ ബ്ലേക്ക്. അതറിയില്ലേ? ഇവനെ കാർ കൊണ്ട് കുതിരയെ പോലെ നിർത്താനേ അറിയോ? വേറെ ഗൈസ് വെയിറ്റ് ലാസ്റ്റ് റിക്രൂട്ട്മെന്റ് പോരോ? അത് ബിലാലെ റെഡി ആണോ? റെഡി. Here we go, our 4th recruitment, guys. വെയിറ്റ് ബിലാലെ വന്നോട്ട്. റെഡി അല്ലേ ബിലാലെ? ബിലാലെ വിളിച്ചോ? Okay guys, we are welcoming T47 Nokia as MRG Nokia. വെടി ഈ പയ്യൻകാരനാണ് 1 മണിക്കൂർ ലേറ്റ് ആയത്. ഈ പയ്യൻ എന്തായിരുന്നു പ്രശ്നം? പയ്യന് ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ട്. പയ്യക്ക് എന്താണ് ഇവിടെ സൈഡിൽ Nokia. മോനെ ഓക്കെ Nokia ഇവിടെ നോക്കി നിൽക്കുന്ന ഇവിടെ വന്നില്ലേ? കേക്കോടാ. ഓക്കെ നോക്കിയ ഇതല്ല സുഖല്ലേ? കേട്ടൂറാ അവന് കേക്ക് ചെറിയ ഇഷ്യൂ ഉണ്ട്. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ആക്കണ. പയ്യനെ വർത്താനം പറയാൻ പറ്റില്ല. എന്താ വാർച്ചാറ്റ് വർത്താനം പറയാൻ പറ്റില്ല. ഇത് എന്തല്ല വിശേഷം? എന്തല്ല ടർബോന്റെ ഓരി കൂടി സുഖല്ലേ? സുഖാണ്. എന്തായാലും വെൽക്കം ടു MRC ഫാമിലി. താങ്ക് യു സോ മച്ച്. ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. എന്താടാ നീ ഡബിൾ ആയി എന്താ പറയാനുള്ള? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ T47 കളിച്ചിരുന്നേ ഇത്രയും കാലം കൊറേ ആയിട്ട്. അപ്പോ ആടെ എന്നെങ്ങനെ ഞാൻ ആടി കേറുന്നില്ല, കളി നിർത്തി എന്നല്ല പറഞ്ഞ് നിൽക്കായിരുന്നു ഒരു ടൈമില്. അപ്പൊ അവരാന്ന് എന്നോട് പറഞ്ഞ ഇങ്ങനെ ഇപ്പോ എന്റെ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ പൊക്കോ, നീ പോയി കളി. അവരാന്ന് എന്നെ പ്രഷറൈസ് ചെയ്ത്, അവരാന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ കേറാൻ വേണ്ടിട്ട്. എനിക്ക് അവർക്ക് അവര് കാരണം അന്ന് ഞാൻ അവിടെ കേറുന്നത്. അപ്പൊ എന്നോട് താങ്ക്സ് പറയണം ഈ ടൈമില്. യെസ്, താങ്ക് യു T47 എല്ലാരും ഞാൻ കളി തുടങ്ങിയത് MG3-ലായിരുന്നു. MG3 പിന്നെ ബെല്ലാരി കയറി. പിന്നെ ഞാന് ഇവിടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ ആണെങ്കിൽ ഫസ്റ്റ് ഗ്യാങ് MG3. പിന്നെ കുറച്ചടുത്താണ്, അടുത്ത 10 കിലോമീറ്റർ. ഞാൻ ചോദിക്കട്ടെ, ഈ നിന്റെ പേരെന്താ? നോക്കിയേ? യെസ് Nokia W. ഒറ്റ മോഡലേ ഉള്ളൂ. സ്പീഡിനൊക്കെ ഇറങ്ങിയോടാ നീ?
ഇല്ലല്ല പിടിയിലുണ്ട് പിടിയാന്ന് എടാ, എന്നോ KIA ആണോ YA ആണോ? വയ്യ YIA YIAയോ? ആ നോക്കിയ NOKIYA NOKIYA. മതിയടാ മതി. അതന്നെ ആയിരുന്നു എന്റെ പേര്. നോക്കിയ കൺഗ്രാറ്റ്സ്. വെൽക്കം ടു MRCB. താങ്ക് യു. പിന്നെ എല്ലാരും സോറി ഞാൻ കാരണം ഇത്ര ഡിലേ ആയത്. ചെറിയൊരു അതൊന്നും പ്രശ്നമില്ല. എനിക്ക് എനിക്ക് ഇവന്റെ സൗണ്ട് കേൾക്കുമ്പോ ആരെ പോലെ തോന്നണം പറയുമ്പോൾ എന്റെ വൈഫൈ ഇങ്ങനെ അല്ലായിരുന്നു. ഇത് എന്തോ ഇങ്ങനെ ആയിപ്പോയത്. എന്റെ ചെറിയ ഹെഡ്ഫോണാണ് അതോ ഇങ്ങനെ. അല്ല എന്റെ സ്ഥലം ഇവിടെ മലപ്പുറം മഞ്ചേരി. ഇവിടെ അടുത്താണ്. ഇവിടെ 10 കിലോമീറ്റർ അപ്പുറത്താണ്. അല്ലേ കോളുകൾ വരും, എടുക്കരുത്, എടുത്ത ഉറക്കം വരും. ഇപ്പോഴേ അറിയാം. പറ സ്മൈലേ. നീ ആണില്ലെങ്കിലും ഒപ്പം ആളായി. ഞാൻ എറണാകുളത്തായിരിക്കും. ഞാൻ ഇവിടെ ഇല്ല, നാട്ടിലില്ല. പ്രശ്നമില്ല, നമ്മളെല്ലാം ഉണ്ട്. ശരി നിന്നാണ്. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഗൈസ്. നിങ്ങക്ക് അറിയാം നമ്മളെ ഫാമിലിയിൽ ഇപ്പൊ ഏകദേശം 50 മെമ്പേഴ്സോളം ആവാനായി. 50 മെമ്പേഴ്സിന് ഇനി വളരെ വിരലിൽ എണ്ണാൻ മാത്രം ചുരുക്കം പ്ലേയേഴ്സ് മാത്രമേ കയറാനുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് വെറുതെ ആവശ്യമില്ലാതെ ബാന് വാങ്ങി കൂട്ടുക, ഇനാക്റ്റീവ് ആവുക, ഒരു സിറ്റുവേഷനിൽ വരാതെ നിൽക്കുക. ഇന്ന് തന്നെ ഇപ്പൊ കണ്ടില്ല, നമ്മളെ ഫാമിലിന്റെ ഒരു ഇമ്പോർട്ടന്റ് പരിപാടിയാ. ഈ ഇമ്പോർട്ടന്റ് പരിപാടിക്ക് പോലും കയറാത്ത ആൾക്കാരുണ്ട്. ഇതൊന്നും വിളിച്ച് കയറ്റേണ്ടതല്ല, ഇതൊക്കെ നമ്മളൊരു പാർട്ടാണ്. ഇത് നമ്മളെ ഫാമിലിന്റെ ഒരു പാർട്ടാണ്. ഈ ഫംഗ്ഷന് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് സ്വന്തം തോന്നി കയറേണ്ടതാണ് നിങ്ങളൊക്കെ. സ്റ്റിൽ കുറെ പേരെ വിളിച്ച് കയറ്റിയതാ ഇതില്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഞ്ഞ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എടുത്ത് സ്വാപ്പ് ചെയ്യൂ. മനസ്സിലായ? കാരണം ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് വീക്കിലി ഇപ്പൊ എല്ലാവരും ഇപ്പം പേഴ്സണലി മെസ്സേജ് അയച്ചുകൊണ്ട് ഈ ആഴ്ച ഞാൻ കളിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിൽ എത്തിക്കണം. അങ്ങനത്തെ സാഹചര്യത്തില് ഇതേപോലത്തെ പരിപാടിക്കൊക്കെ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും പുറത്തിരുന്നോ ദയവ് ചെയ്ത്. അടുത്ത ആഴ്ച മുതൽ കളിക്കണ്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ ആൾക്കാരൊക്കെ റൊട്ടേഷനിൽ പോവും. അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താ പറഞ്ഞില്ല എന്നൊന്നും വേണ്ട. ഈ മീറ്റിങ്ങിന് ഇതാ ഇപ്പൊ ഈ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് പറയണത് തന്നെയാണ് ഫൈനൽ. മനസ്സിലായി? ഇതിന് ഇനി വേറെ വാട്സപ്പിൽ ഒരു വോയിസ് ഒന്നും വിടൂല. അപ്പൊ അത് മനസ്സിലാക്കുക എല്ലാവരും. എനിക്ക് തോന്നണ എന്താ അറിയോ, എനിക്ക് തോന്നണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലുള്ള ഈ ആൾക്കാരില്ലേ, ഇപ്പൊ ഇതിലുള്ള ആൾക്കാരാണ് എപ്പോഴും ഉള്ളത്. അതെ, ഒരു DNL ഉണ്ടാവലുണ്ട് ഇതില്. ആൾക്കാർക്ക് ഇപ്പൊ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ഇങ്ങോട്ട് കേറണം എന്നുള്ള സാധനം വരുന്നുണ്ട് പുറത്തിരിക്കുന്നവർക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഓർത്തിട്ട് വേണം അകത്തുള്ളവര് ഇനാക്ടിവിറ്റി കാണിക്കാൻ. പേര് ഒരു കാര്യം മാത്രം പറയാൻ, ഇത്രയും പേരുണ്ട്. അപ്പം ഇനാക്റ്റീവ് ആവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരാൾ ഇനാക്റ്റീവ് ആയിട്ട് പുറത്തായി കഴിഞ്ഞാൽ ഒരാഴ്ച പുറത്തിരിക്കേണ്ടി വരും, അറിയാലോ. അപ്പം ഇപ്പൊ ഉള്ളതിന്ന് ആരും പുറത്തു പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. എല്ലാവരും ഒരുമിച്ചിട്ട് കളിക്കുക. ഒരു കാര്യം പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഇനിയിപ്പോ ഇന്നത്തോട് സസ്പെൻഷൻ കഴിഞ്ഞതാ, വീണ്ടും സേഫ് സോൺ മാറി എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പോവുകയാണ്. അപ്പൊ നാളെ തൊട്ട് ചിലപ്പോൾ സിറ്റുവേഷൻ ആയി പല കാര്യങ്ങളും വരാൻ പോണത്. എടാ ഒരു ഗ്യാങ് ഡിസ്മാൻഡിൽ ആയി പോകുമ്പോ നല്ല പ്ലേയേഴ്സ് റിക്രൂട്ട്സ് നമ്മൾ എടുക്കുന്ന അത് നമുക്ക് ബെറ്റർ ആണ് എന്ന് തോന്നുന്നോണ്ട് എടുക്കുന്ന. ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ ഇവർക്കും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇവർക്കും ഒരു കരിയർ ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് നമ്മള് അങ്ങനെ എടുക്കുന്നതും കൂടിയാ. അല്ലാതെ ഇതില് TVN KVN അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്ന റിക്രൂട്ട്സ് നിങ്ങൾ ചിന്തിക്കല്ലേ. അതിന്റെ ആവശ്യം നമുക്കില്ല. സത്യം പറഞ്ഞാൽ നമുക്കിപ്പോ കറന്റ് ഇല്ലാത്ത എന്താ വെച്ചാൽ സ്പെക്കാ. നമ്മളെ മെമ്പേഴ്സിന് സ്പെക്ക് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ വാറിന് കത്തിപ്പോണ ഇഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ TVNന്റെ ഈ സമയത്തൊന്നും TVN ആയിട്ടുള്ള വാറിലൊക്കെ കുറെ പേര് നമ്മൾ കത്തിപ്പോയില്ലേ. KVN നമ്മൾ അടിച്ചില്ലേ. കേട്ടല്ല. പിന്നെ പുതിയതായിട്ട് വന്നവർക്ക് ബാക്കി കാര്യങ്ങൾ ഇപ്പൊ അവർക്ക്
ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ നിർത്തി പരസ്പരം അല്ല അവരുടെ അവർ T47 കളറ് ചോദിച്ചിട്ട് വേണം തോന്നുന്നില്ല guys. ഈ ഒരു സാധനം ഒരുമിച്ച് ആർപ്പ് ചെയ്യാൻ നോക്കുക. അല്ലാത്ത സിറ്റുവേഷനിൽ മാക്സിമം അവരുമായിട്ട് ഇതാക്കാൻ നോക്കുക. അറിഞ്ഞൂടാത്ത ആൾക്കാരും കാണും, അവരെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരും കാണും. അപ്പൊ അവർക്ക് ഒരു ബാഡ് തോന്നില്ല, അത്രേ ഉള്ളൂ. അത് എല്ലാരും നോക്കി മുന്നോട്ട് പോവുക. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് റാംബോ, പറഞ്ഞോ. എല്ലാവർക്കും കൂടെ കേൾക്കാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമ്മുടെ ഗ്യാങ്ങിന്റെ ആക്ടിവിറ്റി, എല്ലാ ഗ്യാങ്സിന്റെ ഒരു ആക്ടിവിറ്റി ഇപ്പം ഇങ്ങനെ നോക്കുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു. അതിപ്പോ ഉടനെ വരും. അപ്പം ഗ്യാങ്ങിലെ ഓരോ മെമ്പറും ഡെയിലി മിനിമം 3 മണിക്കൂറെങ്കിലും കാണിച്ചാലേ, 25 മെമ്പേഴ്സിന്റെ ഒരു കണക്കിലാണ് പറയുന്നത്, മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വെച്ച് കാണിച്ചാലേ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വീക്കിന്റെ അകത്ത്. അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളെല്ലാം നല്ല ആക്റ്റീവ് ആയിരിക്കണം ഇതിലെല്ലാവരും. ഇപ്പൊ എല്ലാരും കേട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. എന്നാ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതേതായിട്ടുള്ളൂ 1 മണിക്കൂർ 40 മിനിറ്റ്. 1 മിനിറ്റ്. പണ്ട് TDMന്റെ ഒരു കേസ് ഫോളോ അപ്പ് ചെയ്തായിരുന്നു. അതായത് വീക്കിലി TDMന്റെ കേസ് KDയും അതേപോലെ കാര്യങ്ങളൊക്കെ TDM ആക്ടിവിറ്റി നമ്മൾ ഫോളോ അപ്പ് ചെയ്തായിരുന്നു. ഇപ്പൊ ആരും അങ്ങനെ TDMോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ അതിന് വീക്കിലി വൈസ് TDM കാര്യങ്ങളൊക്കെ നോക്കും. അതേപോലെ തന്നെ ആക്ടിവിറ്റി നോക്കും. വാറ് ഇനീഷ്യല് ആരൊക്കെ കയറി വരുന്നുണ്ട് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് എടുത്ത് നോക്കും. അപ്പൊ അതിന് ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാല് അലക്സ് എങ്ങനെ പോയാലും സേഫ് ആയിരിക്കും guys. ബിലാൽ ഇപ്പൊ ഇതിന്റെ കാര്യം പറഞ്ഞിട്ട് പറയാം. ഈ ഇനിഷ്യൽ സിറ്റുവേഷനിൽ കയറി വരാൻ പറ്റാതെ എല്ലാത്തിനും പ്രീവാറിനും വാറിനുമായിട്ട് മാത്രം ആരും കയറി വരണ്ട. അങ്ങനെ ആരും വേണ്ട. അങ്ങനെയുള്ളവർ വേണം, മനസ്സിലായില്ലേ? അപ്പൊ ഇനിഷ്യൽ കയറി വന്ന് അടിച്ച് കളിച്ചവന്മാര് പൊട്ടന്മാരായി ഇപ്പൊ, മനസ്സിലായില്ലേ? അപ്പം വരാൻ പറ്റുന്നതിന് മാക്സിമം എല്ലാ സിറ്റുവേഷനിലും ചെറുതോ വലുതൊന്നും ഇല്ല. അല്ലെങ്കിൽ ചെറിയ ഗ്യാങ് വലിയ ഗ്യാങ് ആ ഒരു സിറ്റുവേഷൻ മാത്രം കയറുന്ന സാധനമൊന്നും ഇല്ല. എല്ലാവരും സിറ്റുവേഷൻ ആയെന്ന് കേട്ടാൽ മാക്സിമം കയറാൻ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും ഓൺ ദ സ്പോട്ട് സിറ്റിയിൽ ഉണ്ടാവണം. എടാ ഇപ്പൊ ഈ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ കൂട്ടത്തിൽ പല ആൾക്കാർക്ക് ജോലിയുള്ള, പുറത്തായാലും ജോലിയുള്ള ആൾക്കാർ കാണും. ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒരു ഉച്ചയ്ക്ക് 1 മണിക്ക് വിളിച്ചിട്ട് സിറ്റുവേഷൻ ആണ് പെട്ടെന്ന് കയറാൻ പറഞ്ഞാൽ കയറാൻ പറ്റൂല. അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു 5 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞാൽ കയറാൻ പറ്റൂല, അതും മനസ്സിലാക്കാം. പക്ഷെ ഒരു കാര്യം പറയാണ്, മാക്സിമം രാത്രി ഒരു 8 മണി തൊട്ട് അല്ലെങ്കിൽ ഒരു 7 മണി 8 മണി തൊട്ട് രാത്രി ഒരു 12-1 മണി വരെ എന്നാണോ സിറ്റി സേഫ് സോൺ ആവണ വരെ നിങ്ങൾ ഗ്യാങ്ങിൽ കളിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ജോലിയുള്ള സമയത്ത് എങ്കിൽ ശരി നിങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലോ. പക്ഷെ മാക്സിമം എല്ലാരും സിറ്റി കയറുക. എന്തെങ്കിലും ലീവായിട്ട് അങ്ങനെ ആ സമയം നമുക്കൊരു അറ്റൻഡൻസ് കണക്ക് തന്നെ മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് അന്നത്തെ ദിവസം കയറാൻ പറ്റൂല, എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അന്ന് നേരത്തെ 8 മണിക്ക് കയറണമെന്ന് വെച്ച് 8 മണിക്കല്ല അത് പറയേണ്ടത്. അത് വൈകുന്നേരം ഒരു 5 മണിക്ക് മുമ്പായിട്ട് അത് അറിയിക്കുക. അല്ലാത്തവർക്ക് വേറെ എക്സ്ക്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാകും. കാരണം വീണ്ടും ഒരു കാര്യം പറഞ്ഞുതരാം, മുന്നോട്ട് ഓരോ ദിവസം പോകും തോറും ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നോണ്ടേ ഇരിക്കുള്ളൂ, മനസ്സിലായ? പണ്ടത്തെ കണക്കല്ല. വീണ്ടും ഒരിക്കൽ കൂടെ പറയാം, വീണ്ടും നമ്മൾ അങ്ങോട്ട് പോയില്ലെങ്കിൽ പല കാര്യങ്ങളും ഇങ്ങോട്ട് വരും. ആവർത്തിക്കേണ്ട ഇടം ആരും വരുത്തല്ലേ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയണേ, 2 മണി വരെ എല്ലാരും കാണണം. ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു, പുറത്തുള്ള ബന്ധങ്ങൾ പുറത്ത് മാത്രമായിരിക്കും, അത് അകത്ത് കാണൂല. പിന്നെ അതില് വേറെ ആർക്കും സങ്കടമോ വിഷമോ ഒന്നും തോന്നല്ലേ. ഒരിക്കൽ കൂടെ പറയാം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. പുതിയതായിട്ട് വന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാരും മിങ്കിൾ ആവുക, ജെല്ലാവുക. എല്ലാരും പോയിട്ടോ.